ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ തുടർ നീക്കങ്ങൾക്ക് ഇഡിയും കസ്റ്റംസും. ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് ഇഡി കടക്കും. കഴിഞ്ഞ ദിവസം ദുൽഖറിന്റെയും അമിത് ചക്കാലക്കലിന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും വാഹനങ്ങളുടെ രേഖകളും പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ വിഷയത്തിൽ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എല്ലാത്തരം രേഖകളും തന്റെ ഭാഗത്തുണ്ട്. നിയമപരമല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന വിശദീകരണമായിരുന്നല്ലോ നൽകിയിരുന്നത്. എന്നാൽ ഈ പരിശോധനയിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് ഇ ഡി ആവശ്യപ്പെടുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള ഈ മൊഴിയെടുപ്പ് എന്നല്ലേ പറയുന്നത്? ക്രിസ്റ്റീന, മണിക്കൂറുകളാണ് ഇ ഡി പൃഥ്വിരാജിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ അമിത് ചക്കാലക്കൽ കൂടാതെ ദുൽഖർ സൽമാൻ ഈ 3 പേരുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആ പരിശോധന ശേഷം ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചു വരികയാണ്. എന്തായാലും ഈ ഡിജിറ്റൽ തെളിവുകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലായും തുടർ നടപടി ഇ ഡിയുടെ ഭാഗത്തും ഉണ്ടാവുക. നോട്ടീസ് നൽകി ദുൽഖറിനെയും അതോടൊപ്പം തന്നെ മറ്റ് നടന്മാരെയും വിളിപ്പിക്കാനാണ് സാധ്യതയെന്ന് മനസ്സിലാക്കുന്നു. അത്തരം നടപടികൾ ഇന്ന് ഇ ഡിയുടെ ഭാഗത്തും ഉണ്ടാകും. എന്തായാലും വിശദമായ ഒരു മൊഴിയെടുപ്പ് ഈ നടന്മാരിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇത് എവിടെ നിന്ന് വാഹനം ഇറക്കി, ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇ ഡിക്ക് അറിയേണ്ടതുണ്ട്. സ്വാഭാവികവും ആ നടപടിയിലേക്ക് എന്തായാലും ഇ ഡി കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ നൗകറിന്റെ ഭാഗമായി ഇതുവരെ 43 വാഹനങ്ങൾ പിടികൂടി. ഇന്നലെ 3 വാഹനങ്ങൾ കസ്റ്റംസ് പിടികൂടിയിരുന്നു. കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഇ ഡി സമാനമായ റെയ്ഡ് നടത്തിയ ഘട്ടത്തിൽ ചില നിർണായക വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങളുടെ രേഖകളടക്കം ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. ഇതിൽ ഭൂട്ടാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥന് കൃത്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനായി ബംഗാളിലെ അതിർത്തി മുഖേന ഇവർ വാഹനം എത്തിക്കുന്നു. അതിനുശേഷം കണ്ടെയ്നറുകളിൽ പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് വാഹനം എത്തിക്കുന്നു. കോയമ്പത്തൂരിലെത്തിയ ശേഷം ഇത് സ്പെയർ പാർട്സായി കേരള അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ കൃത്യമായ രേഖകളൊന്നും ഇല്ലാതെയാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാട്, അതാണ് പ്രധാനമായും ഇ ഡി അന്വേഷിക്കുന്നത്. അതിൽ അനധികൃതമായ മാർഗത്തിലൂടെ നടത്തിയ പണമിടപാട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത്തരം ചില നിർണായക വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ 3 നടന്മാർക്കെതിരെയും ഇപ്പോൾ തുടർ നടപടിക്ക് ഇ ഡി കടക്കാനൊരുങ്ങുന്നത്. ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് ആ നടപടിയിലേക്ക് പോകുമെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. എന്തായാലും ഉടൻ തന്നെ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലേക്ക് എന്തായാലും കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.